ചേച്ചി ഈ മീനാണ് ചേച്ചി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞത്. ആ എന്തേ കുട്ടിനെ ഇഷ്ടപ്പെട്ടില്ലേ? ഏയ് എനിക്കൊന്നും വേണ്ട, എനിക്ക് വല്ല വീഡിയോ ഗെയിം മേടിച്ചു തന്നാ മതി. അതൊക്കെ ഇന്നും കിട്ടണതല്ലേ. ഇത് കുട്ടു വിചാരിക്കുന്ന പോലെ സാധാരണ മീനല്ലാട്ടോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകതയോ? അതെന്താ? മുത്തുച്ചിപ്പികളും പവിഴപ്പുറ്റുകളുള്ളൊരു വലിയ കൊട്ടാരത്തിന്ന് ഈ ചില്ലുകൂട്ടിൽ വന്ന് ഒറ്റപ്പെട്ടു പോയ മീനിനെ ഒരു കൂട്ടുകാരിയെ കൊടുത്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നടക്കും. എന്തും നടക്കോ? പിന്നെ, പക്ഷേ ആദ്യം വിചാരിച്ച കാര്യം നടക്കുള്ളൂ. ആണോ? എന്നാ എനിക്ക് ഈ മീനിനെ മതി. ആ അല്ല, അങ്ങനെ നടന്നാ കുട്ടു എന്താ ആഗ്രഹിക്കുക? എന്താഗ്രഹിച്ചാലും നടക്കണേ ഞാൻ ആദ്യം തന്നെ ആഗ്രഹിക്കും. അമ്പടാ. എന്നെന്നും ഓർത്തിരിക്കാൻ കാലം സമ്മാനിക്കുന്ന ചില നാളുകൾ, അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങളെങ്കിലും ഉണ്ടാകും എല്ലാവരുടെയും ജീവിതത്തിൽ. പലപ്പോഴും അവയെല്ലാം ഒരു പ്രണയത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും. കാരണം ചില പ്രണയങ്ങൾ കെട്ടുകഥകളെക്കാൾ വിചിത്രമാണ്. അപ്പൊ എന്നതായിരുന്നു പറഞ്ഞേ? പേര്? എന്റെ പേര് ഗുണേഷ്. ഗുണേഷ് പി ടി. നല്ല പേരല്ലേ? അല്ലേ? ചേട്ടാ, ആ പേരല്ല, ഈ മീനിനൊരു പേര്. ഇവനെ നമുക്ക് ഇവനെയും കുട്ടി വേണമെങ്കിൽ ഗുണേഷ് എന്ന് വിളിച്ചോളൂ. നല്ല പേരല്ലേ? ചേട്ടാ, ഇതൊന്നും അല്ല. ഞങ്ങക്ക് വേണ്ടത് ഈ മീനൊരു പേരാ. കൂട്ട്. കൂട്ടോ? വരൂ നോക്കാം. ഗോൾഡ് ഫിഷ് ഉണ്ട്, ഏഞ്ചൽ ഫിഷ് ഉണ്ട്, ഗൗരയുണ്ട്, പിന്നെ നമ്മുടെ മാനം നോക്കിയുമുണ്ട്. നാടനാ. ചേട്ടാ, ഇതൊന്നും അല്ല വേണ്ടേ. ഇതെവിടെ ഇരിക്കട്ടെ. ഇതേ സെയിം റീഡാ ഉണ്ടാവോ? അതിവിടെ ഇല്ല. കുട്ടി പോയിട്ട് നാളെ വരൂ. അതുവരെ തൽക്കാലം ഇതിവിടെ ഇരുന്നോട്ടെ. ഇവന് ഞാൻ നാളത്തേക്കിനൊരു പേര് ഓക്കെ ആക്കും. ഓക്കെ ചേട്ടാ, ഓ നാളെ വരാം. ആയിക്കോട്ടെ. അതെ, കുട്ടിയുടെ നമ്പർ തരുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അത് കുഴപ്പമില്ല, നാളെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നോളാം. അല്ല, അത് അവൻ്റെ ഒരു മാം നോക്കി. ഒറ്റ കുട്ടി ഇംപ്രസ് ആവാത്തത് എന്താണോ? ഇനി ഇവനൊരു പേര് വേണം. എന്തേ? ചേട്ടാ, രണ്ട് കുഞ്ഞാട്ടെ. അതെ, രണ്ട് കുഞ്ഞാട്ടെ. ചേട്ടാ, ഈ ബോട്ടിൽ വൈഫൈ ഉണ്ടോ? അല്ല, ഈ വൈഫൈ കണക്ഷൻ. എനിക്ക് തന്നെ വൈഫൈയുടെ കണക്ഷൻ ഒന്നുമില്ല. തന്നെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വൈഫായിട്ട് കണക്ഷൻ ഉണ്ടോ? എന്താ വൈഫായിട്ട് കണക്ഷൻ ഉണ്ടോ? വൈഫ് ഹൗസ് ഇവിടെയാണല്ലേ? വൈറ്റ് ഹൗസ് വൈഫൈ എന്നൊക്കെ പറഞ്ഞ ഇവിടെ ആർക്കെങ്കിലും മനസ്സിലാവോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ വീക്കെൻഡ് വല്ല ഗോവയിലോ ബാംഗ്ലൂരോ വല്ലതും പോവാന്ന്. അവിടെ ആയിരുന്നെങ്കിൽ റേഞ്ച് എങ്കിലും കിട്ടിയാണ്. അതിന് ഗോവ വരെ പോണോ? റൂമിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? റേഞ്ച് കിട്ടാൻ വേണ്ടി വിൻഡോസിനടുത്ത് പിടിക്കാൻ എന്തോ തോന്നി വിൻഡോസ് പോണോ? ചളി. അത്രയ്ക്ക് വലിയ ചളിയൊന്നുമല്ല. ഏയ്, ആ കൈയെടുത്താ വല്ല കാക്കാൻ വന്നില്ലേ? കുട്ടികളൊന്നും ശരിയല്ലല്ലോ. ഈ കുട്ടി കൊള്ളാലോ.
ഒന്ന് മാറിക്കൊടുക്കുമായിരുന്നെങ്കിൽ അവരകത്തോട്ട് കയറിയേ. ഞാൻ പറഞ്ഞിട്ടാ മാറങ്ങോട്ട്. കുട്ടി കയറും, സൂക്ഷിച്ചു. പേരെന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചപ്പോൾ ആരോ അവളുടെ പേര് വിളിച്ചു. ആ ഗായത്രി. ഗായത്രി. ആളുകൾക്കിടയിലൂടെ തെളിഞ്ഞും മറഞ്ഞും മാത്രം കണ്ടപ്പോൾ, അവളെ ഒന്ന് ശരിക്ക് കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ, ഇരുവർക്കും നടുവിൽ നിന്നവരെല്ലാം അവന് വേണ്ടി മാറിക്കൊടുക്കുന്നത് പോലെ തോന്നി. അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും ഒന്നു ചേർന്ന് അവന് വേണ്ടി കനിഞ്ഞൊരു നിമിഷമായി അവന് തോന്നി. ഏതാടാ കുട്ടി? ഏത് കുട്ടി? ദേ കൊള്ളാല്ലേ? കണ്ട ആർക്കും ഒന്ന് കെട്ടാൻ തോന്നി. തോന്നി. ഏ അതെ തോന്നി. എങ്ങനെ തോന്നി? നമ്മളിവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അതിലെന്തോ ഇല്ല അല്ലേ? എന്തോ ഉണ്ട്. എന്തോ ഉണ്ട്. എന്തോ ഉണ്ട് എന്നല്ല, എന്തോ ഉണ്ടെന്ന്. എന്താ? അതെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ച് പരിഹരിച്ചാൽ പോരെ അല്ലേ? ഒന്ന് പോയേട്ടാ. അവളെ വീഴ്ത്താൻ എന്താടാ വീണടാ, വീണ് വെള്ളത്തിൽ പോയി. അതിന്റെ പുറകെ വേറെ ചാടി. എങ്ങനെ പിടിക്കാൻ? ചേട്ടാ ഒന്ന് മാറ്റി. അയ്യോ കാണാനില്ലല്ലോ. കൈ. അയ്യോ പോയി. പിന്നെ കൈ. അയ്യോ പിന്നെ പോയി. പൊന്നുമെങ്ങളെ രക്ഷിക്കാനെന്ന് പറഞ്ഞോണ്ട് ഒറ്റ കായലിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. ചാടി ഇപ്പൊ നീന്താ അറിയാൻ പാടില്ലെന്നുള്ള കാര്യം ഓർക്കാൻ മറന്നുപോയി. ഒന്ന് രക്ഷിക്കും മെങ്ങളെ പ്ലീസ്. ഒരു കൈ പോടക്കാം. പിന്നെ കാല്. മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ പോലെ ചിന്നിച്ചിതറിയ തുള്ളികൾ മേലെ ചുറ്റും പടരണ ചെറുകുമിളകൾ മണിമുത്തുകളാ മുന്നിൽ തെളിയണ വെയിലൊളിയത് സ്വപ്നങ്ങളാ കേട്ടറിഞ്ഞ പഴങ്കഥയിലെ പവിഴമണിയും അരമനയിലെ ചെറുമീനുകളാ താനേ വരുന്നാവാൻ സമയമാ. ആ പെങ്കൊച്ചിന് പറയാൻ ഞാൻ ആ കായലിൽ ചാടിയിരുന്നെങ്കിൽ നീ ചാടുമായിരുന്നു? ചാടുമായിരുന്നോ? ഇല്ല അല്ലേ? അപ്പൊ സംഗതി സ്ട്രോങ്. നീ ആ പെൺകുട്ടിയുടെ കാര്യം അന്വേഷിച്ചോ? ആണാ? എങ്ങനെ? അതിപ്പോ ഈ നാട്ടില് നീ ഓളൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ? ഞാൻ തന്നെ അറിയപ്പെടുന്നത് ഇപ്പൊ നിങ്ങളുടെ പേരില്ല. നീ കാര്യം പറ. ആക്രാന്തം കാണിക്കണം. ഞാൻ പറയും, നീ ഇപ്പൊ ഒരു പെക്കൊഴി. എന്നിട്ട് പറ. പേര് ഗായത്രി. ഇത് നീ പറഞ്ഞതല്ലേ, ബാക്കി പറ. പറയും. ഒന്നുകൂടെ ഒഴിക്കട്ടെ? ഓ വേണ്ട, ചുമ്മാ ഇരിക്കട്ടെ. എന്നിട്ട് നീ പറ. പേര് ഗായത്രി. ഓ അത് നീ പറഞ്ഞതല്ലേ, ബാക്കി പറ. ബാക്കി പറയാൻ നീ സമയം തരണ്ടേ? ഒരു മിനിറ്റ്. പേര് ഗായത്രി. പന്നപ്പട്ടി, നീ ബാക്കി പറടാ പുല്ല. അങ്ങനെ പറ. എന്നാ ഞാൻ ആദ്യം തൊട്ട് പറയും. പേര് ഗായത്രി. അച്ഛന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. വീട് ഇവിടെ തൊട്ടടുത്താണ്. പിന്നെ അവള് മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഇതിക്കുള്ള എന്താ വേണ്ടേ? പിന്നെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. നീ ഒരു പെക്കൊഴി വേണേ എടുത്തുകൂടി. ഇപ്പൊ
അന്ന് ഇവിടെ എത്തിയിട്ട് വിളിച്ചാണ്. ശരി, ഒരൈഡിയ ഉണ്ട്. അവക്ക് നിന്നോട് പ്രണയം തോന്നണമെങ്കിൽ ആദ്യം നീ അവളെ ഇംപ്രസ് ചെയ്യിക്കണം. എങ്ങനെ? അതിന് നീ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. ആ, ഇത് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. അവക്ക് പറ്റിയൊരു ഗിഫ്റ്റ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റ്? ഇതേ നോക്ക്. ഇതാ കോഴി വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് കൊണ്ടുവന്നതല്ലേ? ആ, എടാ നീ മീനെ ഒന്ന് നോക്കിക്കേ. ഇതാരാ? ആരാ? ഇതാണ് ഞാൻ. നീയോ? ആ. ആണാ? എന്നിട്ട് ഇതാണാ ഗിഫ്റ്റ്? എടാ ഞാൻ അവൾക്ക് ഈ മീനിനെ ഗിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഗ്ലാസ് ബൗളിൽ കിടക്കുന്ന ഈ മീനിനെ അവൾ ഓരോ തവണ കാണുമ്പോഴും കായലിനടിയിൽ കിടന്നിരുന്ന എന്നെ ഓർക്കണം. എങ്ങനെയുണ്ട്? ഐഡിയ ഈസ് ഗുഡ്. പക്ഷെ ഞാൻ ആ കോഴിയോട് എന്ത് പറയും? ഏത് കോഴി? ഇവിടെ അടുത്തുള്ള ഒരു പാവ നാടൻ കോഴി, പേര് ഗുണേഷ്, ഈ മീനിന്റെ യഥാർത്ഥ അവകാശി. നീ അവനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്ക് പ്ലീസ്. ആ, ദേ വന്നല്ലോ. അല്ലേ, നീ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം പ്ലീസ്. ആദ്യം നീ മീൻ ഒളിപ്പിച്ച് വെക്കും. നമ്പറിട്ട് നോക്കട്ടെ. എന്തൊക്കെയുണ്ട് അളിയാ വിശേഷം? എവിടെ എൻ്റെ സാധനം? സാധനം? അതെ, എൻ്റെ കയ്യിൽ തരാൻ ഏൽപ്പിച്ച മീൻ. ഓ, അത് പിന്നെ ഈ കായലിൽ പോയി. അയ്യോ, കായലിലോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഏയ്, നിന്റെ മീനൊന്നും പറ്റിയൊന്നുമില്ല. അത് ഈ കായലിൽ കൂടെ നീന്തി കളിച്ചിടപ്പുണ്ട്. അപ്പൊ പോയോ? അതൊക്കെ പോട്ടെ, നീ ഇവിടെ ഇരുന്നേ. വാ. എന്താ ഇരിക്ക്. എന്താ കാര്യം? കുപ്പി എടുത്ത്. ഒരെണ്ണം കഴിക്കും. അയ്യോ, വേണ്ടായിരുന്നു. അങ്ങനെ പറയാം, ഒരെണ്ണം കഴിക്കേ. പപ്പുമൂടൊക്കെ അങ്ങ് വിടണമെന്നല്ലോ. ടച്ചിങ് ടച്ചിങ് ഇത് എന്തായാലും നിന്റെ പ്രണയം ഒരു സംഭവമാട്ടോ. അതാ പറഞ്ഞത്, ചില പ്രണയങ്ങൾ കെട്ടുകഥകളേക്കാൾ വിചിത്രമാണെന്ന്. കുട്ടിക്കെന്നെ മനസ്സിലായില്ലേ? കായലിൽ നിന്ന് ചാടി ഇങ്ങനെ ചാടി. ഓ, നിങ്ങളായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞിട്ട് ചാടിയത്. സോറി ട്ടോ, പെട്ടെന്ന് മനസ്സിലായില്ല. ഓ, സാരമില്ല. ഹായ് ഗായത്രി. അയ്യോ, എന്റെ പേര് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഇന്നലെ ബോട്ടിൽ വെച്ച് കണ്ടക്ടർ കുട്ടിയുടെ പേര് വിളിക്കുന്ന ഞാൻ കേട്ടായിരുന്നു. ഓ, അങ്ങനെ. വരൂ വരൂ, അകത്തേക്ക് ഇരിക്കാം. മറക്കരുത്, അയലോക്കാന്നുള്ള കാര്യം പറയരുത് പ്ലീസ്. എന്റെ കൃഷ്ണ. അല്ല, അപ്പൊ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? ഇവന്റെ വീട് ഇവിടെ അടുത്താ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അല്ലേടാ? അതെ, അത് ചേച്ചി പറഞ്ഞില്ലേ ഇന്നലെ കായൽ നിരീക്ഷിച്ച ചേട്ടൻ. അത് പിന്നെ ആക്ച്വലി എനിക്ക് നീന്തൽ അറിയാമായിരുന്നു. പിന്നെ ഈ പുതിയ വെള്ളം ആയതുകൊണ്ട് പെട്ടെന്നൊരു ഫ്ലോ കിട്ടിയില്ല. അല്ല, അപ്പൊ എന്തിനാ ഒരു പരിചയമില്ലാത്ത എന്നെ രക്ഷിക്കാൻ കായലിൽ ചാടിയേ? അത് പിന്നെ കുട്ടി പെട്ടെന്ന് കായലിൽ വീണപ്പോ അറിയാതെ അത്യാവശ്യം കുളമായി തുടങ്ങി വന്ന കാര്യം പറ. പിന്നെ ഗായത്രി, ഞങ്ങൾ വന്നത് ഗായത്രിക്ക് ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ടായിരുന്നു. ഗിഫ്റ്റോ? അതൊന്നും വേണ്ടായിരുന്നു. ഇതാ കോഴിക്കോട്. അല്ല, ഒന്നുമില്ലെങ്കിലും ജീവൻ രക്ഷിച്ച ആളല്ലേ. അജു, നീ അതിങ്ങടുത്ത.
താങ്ക് യു. നിങ്ങൾക്ക് എങ്ങനെയാ മീനിനെ? ഞാൻ പോരാം. വരാം. ഓ, ഈ മീനിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു കഥ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഗായത്രി, ഈ മീനുകൾ ഒന്നിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കും എന്ന് പറയുന്നത് ശരിയാണോ? സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. വാ. കുട്ടു പതുക്കെ. ചേട്ടാ, ഞങ്ങൾ ചോദിച്ച മീനുണ്ടല്ലോ, അത് ഞാൻ കിട്ടി. ഇവിടെ തന്ന മീനിനൊന്ന് തിരിച്ചു തരുമോ? അതെ, കുട്ടിക്ക് ആ മീനെ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? അതെന്താ? അല്ല, അതിനേക്കാൾ നല്ല ഗോൾഡ് ഫിഷ് ഉണ്ട്, ടൈഗർ ഫിഷ് ഉണ്ട്. അതല്ല, ഞങ്ങൾ കൊണ്ടുവന്ന മീനെ തന്നാ മതി. ഞങ്ങൾക്ക് ആ മീനിനെ ഇവര് കൊണ്ടുവന്നു. ഇവരോ? ഇവര് അപ്പൊ കായലിൽ പോയത്? അതെ, ഇവരാണ് കായലിൽ പോയത്. പിന്നെ കുട്ടി, ഇതെന്റെ കുട്ടി ഗുണേഷ്, നല്ല മനുഷ്യനാ. ചതിക്കരുത് പ്ലീസ്. അല്ല, ഞങ്ങളുടെ മീൻ. അത് സോറി കുട്ടി, അതാരോ മോഷ്ടിച്ചോണ്ട് പോയി. മോഷ്ടിച്ചോണ്ട് പോയി? നീങ്ങ സത്യം പറ, മീൻ എവിടെ? അല്ല ജു, കായലിൽ പോയ മീൻ. പ്ലീസ് നീ കാര്യം പറ. നിന്റെ കടയിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോയി എന്ന് പറയുന്നത് കള്ള. സത്യം പറ, മീൻ എവിടെ? സോറി അളിയ, ഞാൻ വർഷങ്ങളായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ ആങ്ങള കൊച്ചൻ, അതായത് എന്റെ ഭാവി അളിയ വന്ന് ഭീഷണിയുടെ സ്വരത്തിൽ ചോദിച്ചപ്പോ എനിക്കത് കൊടുക്കേണ്ടി വന്നു. തൊലഞ്ഞ്. അല്ല, അയാൾക്കെതിരെ ആ മീൻ? അയാളല്ല, ഒരു കുട്ടി. ഈ കുട്ടിയുടെ പ്രായം വരും. കുട്ടി? ചേച്ചി പറഞ്ഞു തന്ന കഥ കുട്ടി വേറെ ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? പട്ടി എഴുതോ? ആ മീനുകൾ ഒന്നാണ് സമയത്തെ ഞാൻ എന്താ ആഗ്രഹിക്കാന്ന് നിനക്കറിയോ? നീ സെൽഫ് ഗോൾ അടിച്ചിട്ട് വേണം എന്റെ ടീം നാളെ മാച്ചിന് ജയിക്കാൻ. പരീക്ഷയ്ക്ക് ക്ലാസ്സിൽ ബാക്കി എല്ലാവരും മുഴുവൻ മാർക്കോടെ പാസ്സാകുമ്പോ നീ മാത്രം മാനമുട്ട മേടിച്ചിട്ട് പെമ്പിള്ളേര് മുമ്പിൽ കൂടി നടന്നു പോണത് ഞങ്ങൾ. അങ്ങനെ 5 ബിയിലെ ആക്സിഡൻസ് എന്റെ മാത്രം ആവൂടാ. നീ വെച്ച എന്തേ നിർത്തിക്കളഞ്ഞത്? അത്ര പക ഉണ്ടായിരുന്നല്ലോ. അത് വിളിച്ചോണ്ടിരുന്നപ്പോ ഫോണിന്റെ ബാലൻസ് തീർന്നുപോയി. ബെസ്റ്റ്. എന്റെ പൊന്നു മകളെ, ആ പയ്യനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ നരിതിരെങ്ങാനും കശ്മീർ അതിർത്തി കൊണ്ട് വിട്ട പാകിസ്ഥാൻ സ്വയം ഒന്ന് കീഴടങ്ങി ഇന്ത്യയുടെ ഭാഗമായിടും. എങ്കിൽ വാ, നമുക്ക് പെട്ടെന്ന് പോയി ആ കൊച്ചിന്റെ മീനെ വാങ്ങിക്കാം. കുട്ടു വിഷമിക്കണ്ട കേട്ടോ. ആ കുട്ടിയുടെ ചേച്ചി മീനിനെ വാങ്ങിച്ചിട്ടാ. കോഴി, നമുക്ക് ഇതിന്റെ അളിയനെ ഒന്ന് കണ്ടേച്ചു വരാം. കഥയിലെ വില്ലിനെ കാണാനുള്ള സമയമായി. അങ്ങനെ പറയരുത്, അതൊരു പാവമാ. ആണാ? എന്നാ പാവത്തിനെ കണ്ടേച്ചു വരാം. ദൈവമേ, ഇനി ആ സാധനം എങ്ങനെയാണോ? വാ. കൊട്ടു ആന തടിയാ, നീ വിചാരിച്ച ഒന്നും നടക്കില്ലടാ. ഈ മീനിനെ ഒരു കൂട്ടിനെ ഞാൻ ഒപ്പിക്കും, നീ നോക്കിക്കോ. മോനെ എൽദോ, നല്ല മോനല്ലേ? ആ മീനിങ് താടാ കുട്ട. ഇല്ല. ഓ, തരില്ല. ഇതാണ് നിന്റെ അളിയൻ. നല്ല കുട്ടിയല്ലേ? ആ മീനെ താടാ. ഭർത്താവിനോ? പട്ടി എഴുതോ? അങ്ങകലക്കര കാണ നീരിലല തെന്നിയലഞ്ഞൊരു മീനായി ഇങ്ങിവിടെ ഇരുപേരു ചേരുമതിനാ തിരതിരയും ഒരു ചെറു നീരുകൾ ചെറു കൂട്ടതിലൊരു വരി പിറകൊരു തരികിടതക പടയോട്ടം അതിനുടനടി മറുപടി മുറവടി കുറുവടി പലവടി മുടി നടയടി തരികിടതക പടയോട്ടം. എന്താടാ?
പിടിക്കാതെ പിടിയടേ. ചക്കരല്ലടാ താടാ എന്റെ മീനെ താളോ. ഇവിടെ എന്റെ മീനാ. പ്ലീസ്. ആ മീനെ താളോ. നല്ല കുട്ടിയല്ലേ, ആ മീനിനെ കുട്ടൂന് കൊടുക്കൂ. ഞാൻ കൊടുക്കില്ല. എൽദോ നല്ല മോനല്ലേ, ആ മീനിക്ക് തടാ. പോടാ പട്ടി. പട്ടിയിലെ മോനെ കോഴി കോഴി. പോടാ. ചേച്ചി മീനെ പിടിച്ചേ. പിടി. കുട്ടു. എടാ. ഇനി ഇത് വെറും ഒരു കഥ പഴങ്കഥയല്ലാതായി കളിയിത് മറയുകയായി. ഇനി ഇരുവരെ ഒരു വഴിയാവാനായി കഥ ഇത് തുടരുകയാണ്. അതിനിടെ ഒരു പടയി വീഴുക, എടുപിടി ഒരു കടി പിടിച്ചടുക. അതിനിടെ ഒരു കിടപിടി അടിപിടി കൂത്താട്ടം. അയ്യോ ദാ പിടിക്കടാ അവനെ. ദാന്നാ. പെങ്ങളെ ദേ ഈ ഒരൊറ്റ തവണ കൂടി മതി. കുളത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ ആ മീനിനെ പിടിക്കാമെന്ന് ഉറപ്പല്ലായിരുന്നു അവൻ്റെ മനസ്സിൽ. മറിച്ച് വേറെ ആര് ചാടിയില്ലെങ്കിലും ഗായത്രി അവന് വേണ്ടി ചാടുമെന്ന വിശ്വാസമായിരുന്നു. കേട്ടറിഞ്ഞ കഥ പലവിധമതിലൊരു നീത്ത നീരിലതിലൊരു തരി പതിരത് കാൺപതില്ല പുതുചലനമിതുടരുവതോളങ്ങളാ ഓളമാകെയൊരു പുതുവഴി തിരയുവതീണങ്ങളാ ഈണമീറനാഴമേറിയൊരു നറുനീരണിഞ്ഞ തീരമോരമതിലാ ഉലയുമൊരലകളിൽ ഒരിരുമൊരല നുര കാണാത്ത സ്വപ്നങ്ങളാ തരളിത മധുരിത മൃദുലിത മിഴികളിൽ മോഹങ്ങളാ തെളിയുവതരിയൊരു നറുതിരി അതിലൊരു നിറമാർന്ന സങ്കൽപ്പവും വേർപിരിഞ്ഞ മീൻ കൊരുന്നു വഴിയൊരു പ്രണയമാ ഗായത്രി, ആ മീനുകൾ ഒന്നിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് നടക്കുമെന്ന് പറഞ്ഞത് ശരിയാണോ? അങ്ങനെ നടക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് ഗായത്രി ഭയങ്കര ഇഷ്ടമാണ്. ഗായത്രിക്ക് പിന്നെ വീട്ടിലെ എല്ലാവർക്കും വിരോധമില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ ഇങ്ങോട്ട് പറഞ്ഞു വിടട്ടെ, പ്ലീസ്. ചേച്ചി, ഈ മീനുകൾ ഒന്നിക്കുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കോ? നടക്കും. തരളിത മധുരിത മൃദുലിത മിഴികളിൽ മോഹങ്ങളാ തെളിയുവതരിയൊരു നറുതിരി അതിലൊരു നിറമാർന്ന സങ്കൽപ്പ